ലോക ഇന്ധന വിപണിയിലെ പുതിയ കിങ് മേക്കറാകാൻ തന്ത്രപ്രധാന നീക്കങ്ങളുമായി ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോള എണ്ണ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി അസംസ്കൃത എണ്ണയുടെ വിലയും വിതരണവും നിയന്ത്രിക്കുന്ന രാജ്യങ്ങളാണ് ആഗോള ഊർജ രാഷ്ട്രീയത്തെ നയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതേ കളിയിൽ പുതിയൊരു വഴിയാണ് ഇന്ത്യ തുറക്കുന്നത്. എണ്ണ കുഴിച്ചെടുക്കുന്ന രാജ്യമല്ല ഇന്ത്യ, പക്ഷേ ലോകം ആവശ്യപ്പെടുന്ന ഇന്ധനം നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ശക്തിയായി രാജ്യം അതിവേഗം മാറുന്നു എന്നതിന്റെ സൂചനയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് ഡീസൽ, പെട്രോൾ, ജെറ്റ് ഇന്ധനം തുടങ്ങിയ ഉയർന്ന മൂല്യങ്ങളുള്ള ഉൽപ്പന്നങ്ങളാക്കി ലോക വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെയാണ് ഇന്ത്യ അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെ ആഗോള ഇന്ധന വിതരണത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വൻതോതിൽ ഉയരുകയാണ്. വർഷങ്ങളായി ലോകത്തെ പ്രധാന സ്വിംഗ് സപ്ലയർ എന്ന വിശേഷണം സൗദി അറേബ്യയ്ക്കായിരുന്നു. ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഉൽപാദനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് ആഗോള വിപണിയിലെ വിലയെ സ്വാധീനിക്കാൻ സൗദിക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ പുതിയൊരു രൂപമാണ് ഇന്ത്യ അവതരിപ്പിക്കുന്നത്. ഇന്ത്യ അസംസ്കൃത എണ്ണയുടെ ഉൽപാദനം നിയന്ത്രിക്കുന്നില്ല. പകരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി അതിനെ ശുദ്ധീകരിച്ച് ആവശ്യകത കൂടുതലുള്ള രാജ്യങ്ങളിലേക്ക് ഉയർന്ന ലാഭത്തിൽ കയറ്റുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ധന ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിൽ ഇന്ത്യ ഒരു പുതിയ സ്വിംഗ് സപ്ലയറായി മാറുകയാണെന്നാണ് ഊർജ്ജ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി വൈവിധ്യമാർന്ന ഇറക്കുമതിയാണ്. റഷ്യയിൽ നിന്ന് മാത്രമല്ല, ഇറാഖ്, സൗദി അറേബ്യ, UAE, അമേരിക്ക, പടിഞ്ഞാറൻ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നു. ഒരു രാജ്യത്ത് വിതരണ തടസ്സമുണ്ടായാലും മറ്റിടങ്ങളിൽ നിന്ന് ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. സമീപകാലത്ത് ഇറാൻ അമേരിക്ക സംഘർഷം, ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വം, റഷ്യ യുക്രൈൻ യുദ്ധം എന്നിവ ആഗോള എണ്ണ വിപണിയെ വലിയ രീതിയിൽ ബാധിച്ചു. പല രാജ്യങ്ങൾക്കും ശുദ്ധീകരിച്ച ഇന്ധനത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ ആ അവസരം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചത് ഇന്ത്യയാണ്. യൂറോപ്പ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്കാണ് ഇന്ത്യൻ റിഫൈനറികൾ ഡീസലും ജെറ്റ് ഇന്ധനവും ഗ്യാസോലിനും എത്തിച്ചത്. ആവശ്യകത കൂടുതലും മികച്ച വില ലഭിക്കുന്നതുമായ വിപണികളിലേക്കാണ് ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ വഴിമാറിയെത്തിയത്. ഷിപ്പിംഗ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ കെപ്ലർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ജൂലൈ മാസത്തിൽ മാത്രം ഇന്ത്യ ഏകദേശം 1.4 ദശലക്ഷം ബാരൽ ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു. മെയ് മാസത്തേക്കാൾ ഏകദേശം 50% കൂടുതലാണിത്. കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കയറ്റുമതി വോളിയമായും ഇത് വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യയുടെ ഡീസൽ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ആഫ്രിക്കയിലേക്കായിരുന്നു. എന്നാൽ പിന്നീട് യൂറോപ്പിലും മറ്റ് ഉയർന്ന പ്രീമിയം നൽകുന്ന വിപണികളിലേക്കും ഇന്ത്യൻ ഇന്ധനത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചു. ആഗോള ആവശ്യത്തിനനുസരിച്ച് കയറ്റുമതി ലക്ഷ്യസ്ഥാനം മാറ്റാൻ ഇന്ത്യക്ക് സാധിച്ചതും വലിയ നേട്ടമായി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷിയും അതിവേഗം വർദ്ധിക്കുകയാണ്. പല രാജ്യങ്ങളും പഴയ റിഫൈനറികൾ അടയ്ക്കുമ്പോൾ ഇന്ത്യ പുതിയ ശേഷി കൂട്ടാനുള്ള നിക്ഷേപങ്ങളാണ് നടത്തുന്നത്. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം 2030 ഇന്ത്യയുടെ റിഫൈനറിംഗ് ശേഷി വീണ്ടും ഏകദേശം 15% ഉയരുമെന്നാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ മേഖലയിൽ നിക്ഷേപം 23% വർദ്ധിച്ചതും രാജ്യത്തിന്റെ ദീർഘകാല പദ്ധതികളെ സൂചിപ്പിക്കുന്നു. ഭാരത് ഡൈനാമിക്സ്, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, റിലയൻസ്, നയാര എനർജി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വൻ ശുദ്ധീകരണ ശേഷി ഇന്ത്യയെ ലോകത്തിലെ പ്രധാന റിഫൈനിംഗ് കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യ ആഭ്യന്തര ആവശ്യത്തിന്റെ ഏകദേശം 90% അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ്. സാധാരണയായി ഇതൊരു ദൗർബല്യമായി തോന്നാമെങ്കിലും അതിനെ തന്നെയാണ് രാജ്യം ശക്തിയാക്കി മാറ്റിയത്. ലോകത്ത് എവിടെ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ലഭിച്ചാലും അത് വാങ്ങുക, അതിനെ ശുദ്ധീകരിച്ച് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്ന വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ പുതിയ ബിസിനസ് മാതൃക. ഇന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ആരിലേക്ക് ഒഴുകണമെന്ന് തീരുമാനിക്കാൻ സൗദി അറേബ്യയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ നാളെയോടെ കൂടുതൽ ഡീസൽ, ജെറ്റ് ഇന്ധനം, ഗ്യാസോലിൻ തുടങ്ങിയ ശുദ്ധീകരിച്ച ഇന്ധന ഉൽപ്പന്നങ്ങൾ ഏത് രാജ്യത്തിന് നൽകണമെന്ന് തീരുമാനിക്കുന്ന ശക്തിയായി ഇന്ത്യ മാറുകയാണ്. അതിനാൽ തന്നെ ആഗോള ഊർജ്ജ വിപണിയിൽ ഒരു നിശബ്ദ വിപ്ലവമാണ് ഇന്ത്യ സൃഷ്ടിക്കുന്നതെന്ന് പറയാനാകും. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമല്ലെങ്കിലും ലോകത്തിന് ആവശ്യമായ ഇന്ധനം എത്തിക്കുന്ന നിർണായക ശക്തിയായി ഇന്ത്യ ഉയർന്നുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.